ഗുഡ് ഈവനിങ് എവ്രി വൺ. നമ്മുടെ റിസോഴ്സ് പേഴ്സൺ ജോയിൻ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അനന്തകൃഷ്ണൻ അല്ലേ? ഓക്കെ. ഓക്കെ. ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ റിസോഴ്സ് പേഴ്സൺ ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഔദ്യോഗികമായി ഈ സെഷൻ ആരംഭിക്കുകയാണ്. ഈ സെഷനിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരവും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. അംബേദ്കർ പഠന സർക്കിൾ അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് നടത്തുന്ന അംബേദ്കർ റിമംബറൻസ് വീക്കിന്റെ ഭാഗമായി നടത്തുന്ന സെമിനാറുകളിൽ ഒന്നാണിത്. അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏതാണ്ട് 7 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നമ്മുടെ രാജ്യത്തെ തന്നെ ഒരു വലിയ ശതമാനം വരുന്ന മനുഷ്യർക്ക് നാം കൈവശപ്പെടുത്തിയിരിക്കുന്ന അവകാശങ്ങളും അധികാരങ്ങൾക്കും യാതൊരു ഒരു രീതിയിലും അവർക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമുക്കറിയാം, ഒരു ഇലക്ഷന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ പോലും സംവരണ സീറ്റുകളിലല്ലാത്ത ഇടങ്ങളിൽ ഒരു ദളിത് സ്ഥാനാർത്ഥിയെ കാണുന്നത് പോലും ഏതാണ്ട് അപ്രാപ്യമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സെക്ഷന്റെ പ്രാധാന്യത്തെപ്പറ്റി ഞാൻ ഇവിടെ വീണ്ടും വിളിച്ച് ഊതുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സെക്ഷന്റെ സ്വാഗത പ്രസംഗം പറയുവാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് 5ബിയുടെ അംബേദ്കർ പഠന സർക്കിളിന്റെ ജോയിന്റ് കൺവീനറായ സാംസി ജോസഫിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കൺഫ്രോണ്ടിങ് ഇൻജസ്റ്റിസ്, ദളിത് ഒപ്രഷൻ ഇൻ ഇന്ത്യസ് റിയാലിറ്റി ചെക്ക് എന്ന വിഷയത്തെ പറ്റി ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട വിശിഷ്ട അതിഥി ഡോക്ടർ ജെനിസ് മാടസ്വാമി സാറിനെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഇന്റർനാഷണൽ പീസ് ബ്യൂറോ ബെർലിനിലെ ഇൻഡിവിജ്വൽ മെമ്പറാണ്. യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ അംബാസിഡറാണ്. ഇന്റർനാഷണൽ യൂത്ത് ഡെവലപ്മെന്റ് കൗൺസിലിന്റെ കൺട്രി ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. സർ, വെൽക്കം സർ. അടുത്തതായി നമ്മുടെ കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ സ്വാതി കലറയെയും അംബേദ്കർ സ്റ്റഡി സർക്കിൾ കൺവീനർ മീന പിയെയും ജോയിന്റ് കൺവീനർ സൽമയെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പരിപാടിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. സർ, സെക്ഷൻ ആരംഭിക്കാം. സർ, മൈക്ക് മ്യൂട്ടാണ്. കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം സർ. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് തന്നെ ഇവിടെ സ്വാഗതം പറഞ്ഞ മാസ്റ്റർ സാം, അതുപോലെ തന്നെ അനന്തു, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ നാട്ടുകാരിയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കോളേജിന്റെ വൈസ് ചെയർമാൻ കൂടിയ കുമാരി സ്വാതി, മറ്റ് ഈ കോളേജിലെ അംബേദ്കർ സ്റ്റഡി സർക്കിളിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥിനികളെ, ആദ്യമായിട്ട് തന്നെ എനിക്ക് സ്വാതിക്ക് നന്ദി പറയേണ്ടതുണ്ട്. കാരണം കാലിക പ്രസക്തമായ ഒരു തലക്കെട്ട് നമ്മൾ എന്തുകൊണ്ടും ശരിക്കും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിട്ടുള്ള ഈ ജാതി വ്യവസ്ഥയും മറ്റു പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുന്നതിന് ഒരു ചർച്ച കൂടി ഇവിടെ സംഘടിപ്പിച്ചതിന് ഈ അംബേദ്കർ സ്റ്റഡി സർക്കിളിന് എൻ്റെ വ്യക്തിപരമായ പേരിലും അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ അംബാസിഡർ നിലയ്ക്കും ഞാൻ പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനയുടെ പേരിലും ആദ്യമായിട്ട് തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മുടെ രാജ്യം ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഞാൻ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ എൻ്റെ വാക്കുകൾ വളരെ ചുരുക്കിയും അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ വിഷയം അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു എഴുതി തയ്യാറാക്കിയ ഒരു പ്രബന്ധം എന്ന നിലയ്ക്ക് അവതരിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ആഗോളതലത്തിൽ ചർച്ച ചെയ്യുമ്പോൾ
ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030 മുമ്പായിട്ട് 17 വിഷയങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനം പ്രകാരം ചർച്ച ചെയ്യുകയും 30 മുമ്പായി വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി എല്ലാ രാജ്യങ്ങളും വളരെ വേഗം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ആ 17 വിഷയങ്ങളിൽ 10ാമത്തെ വിഷയമാണ് അസമത്വം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അസമത്വം ഇക്വാലിറ്റി ഇല്ലാതാക്കുക, തുടച്ചു നീക്കുക എന്നുള്ളതാണ് ആ 10ാമത്തെ വിഷയം. അത് എല്ലാ രാജ്യങ്ങളിലും അത് നിലവിലുണ്ട്. എല്ലാ രാജ്യങ്ങളിലും പ്രത്യേകം പറയുമ്പോൾ ഏഷ്യൻ കൺട്രികൾ, നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ അസമത്വം നിലവിലുള്ളത്. അസമത്വം എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ട് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലുള്ളത് വർഗീയ അല്ലെങ്കിൽ വർണ്ണപരമായിട്ടുള്ള വർണ്ണവെറിയോടുകൂടി നടപ്പിലാക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ജാതിപരമായിട്ടും ഭാഷാപരമായിട്ടും നടക്കുന്ന ആ പ്രശ്നങ്ങളാണ് നമ്മൾ അസമത്വം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഇരിക്കെ നമ്മുടെ രാജ്യത്ത് അസമത്വം ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിലവിൽ ആ പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു തലക്കെട്ട് മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ചർച്ചയിൽ, അല്ലെങ്കിൽ അംബേദ്കർ സ്റ്റഡി സർക്കിളിൽ ചർച്ച ചെയ്യുന്നത്. ഐക്യരാഷ്ട്രസഭയിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വനിത ഉണ്ട്, ദലിത് ആക്ടിവിസ്റ്റാണ്, ശ്രീമതി ബീന പള്ളിക്കൽ എന്നറിയപ്പെടുന്ന ഒരു വനിത. അത് ദലിത് ഫോറത്തിന്റെ, ഐക്യരാഷ്ട്രസഭയുടെ ദലിത് ഫോറത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വനിതയാണ്. ആ വനിത കഴിഞ്ഞ 2023 ഐക്യരാഷ്ട്രസഭയുടെ പൊതു സമ്മേളനത്തിൽ, അല്ലെങ്കിൽ ജനറൽ അസംബ്ലിയിൽ അവതരിപ്പിച്ച ഒരു പ്രമേയമുണ്ട്. ആ പ്രമേയത്തിൽ ആദ്യമായിട്ട് തലക്കെട്ട് പറഞ്ഞ വാക്കുകൾ ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവരവിടെ പറഞ്ഞത് ദലിത് എന്ന് പറഞ്ഞാൽ വിവേചനങ്ങളുടെയും കളങ്കങ്ങളുടെയും നടുവിൽ ജീവിക്കുന്ന ഒരു സമൂഹം എന്നാണ് അവിടെ സൂചിപ്പിച്ചത്. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിട്ടുള്ള എല്ലാ വിവേചനങ്ങൾക്കും കളങ്കങ്ങൾക്കും നടുവിലാണ് നമ്മുടെ ഈ ദലിത് സമൂഹം ജീവിക്കുന്നത് എന്ന് ഉയർത്തിക്കാട്ടി. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഈ ദലിത് വിഭാഗം നിലവിലുണ്ട് എന്നതിന് നമുക്ക് അതിൽ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ നമുക്ക് പല രീതിയിൽ നമ്മൾ സ്വപ്നം കാണാറുണ്ട്. പക്ഷെ ആ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കണമെങ്കിൽ ഈ രാജ്യത്ത് നിലവിലുണ്ടായിട്ടുള്ള എല്ലാ ജാതി വ്യവസ്ഥയും, ജാതി വിവേചനവും തുടച്ചു നീക്കിയപ്പെട്ടു. അല്ലാത്ത ഒരു കാരണവശാലും നമുക്ക് ഇതിൽ ഒരു പരിഹാരം കാണാൻ സാധിക്കില്ല. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ രാജ്യം വരും കാലങ്ങളിൽ ഒരു വൻ സാമ്പത്തിക ശക്തിയായിട്ട്, അല്ലെങ്കിൽ സൂപ്പർ പവറായിട്ട് മാറും എന്ന് പല വിദഗ്ധരും അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ നമ്മുടെ രാജ്യം ഒരു കാരണവശാലും സൂപ്പർ പവർ ആകാൻ സാധിക്കില്ല എന്നതിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് അവർ പുറത്തുവിട്ടത്, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യം, നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിട്ടുള്ള എല്ലാ ഈ വിവേചനങ്ങൾ തുടച്ചു നീക്കിയാൽ മാത്രമേ സൂപ്പർ പവർ ആകാൻ സാധിക്കൂ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇന്നും നമ്മുടെ പത്രങ്ങൾ മാധ്യമങ്ങൾ നമ്മൾ കണ്ടു, CNN പോലുള്ള ഒരു സ്റ്റഡി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യം വരും കാലങ്ങളിൽ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ അമേരിക്ക കഴിഞ്ഞാൽ, ചൈന കഴിഞ്ഞാൽ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ വരും എന്ന് പറയുമ്പോൾ ഈ സ്റ്റഡി, അതായത് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് പറഞ്ഞിട്ടുള്ളത് ഒരു കാരണവശാൽ ആകില്ല എന്നാണ്. കാരണം നമ്മുടെ ആഗോള ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ ഒരു കാരണവശാലും നമുക്ക് ഇത് കണ്ടെത്താൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ടും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ നമുക്ക് മുമ്പോട്ട് ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് വയ്ക്കാൻ സാധിക്കില്ലെന്നാണ് എനിക്കും പറയാനുള്ളത്. അപ്പൊ അങ്ങനെ ഇരിക്കെ നമ്മുടെ ജാതി വ്യവസ്ഥ നമ്മുടെ രാജ്യത്തും അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തും, അല്ലെങ്കിൽ അന്യ സംസ്ഥാന തമിഴ്നാട്ടിലും ഉണ്ടായിട്ടുള്ള ജാതി വ്യവസ്ഥ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ, അത് 1950 മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉണ്ടായിട്ടുള്ള കാലത്തിനേക്കാളും ഏറ്റവും കൂടുതലായി ജാതി വിവേചനം നിലവിലുണ്ടെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. നമുക്കറിയാം, നമുക്ക് നിങ്ങളുടെ പേരിൽ തന്നെ ഉണ്ട് നമ്മുടെ മഹാനായ അംബേദ്കർ, അതായത് നമ്മുടെ നവോത്ഥാന നായകന്മാരുടെ മെഗാസ്റ്റാർ എന്നറിയപ്പെടുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കനായ അംബേദ്കർ വരെ ജീവിച്ച കാലത്തും ഇത് ഉണ്ടായിരുന്നു. അതിന് കൂടുതലായിട്ട്, അതിന്റെ ഇരട്ടി ശക്തിയോടുകൂടി തന്നെ ജാതി വ്യവസ്ഥ നിലവിലുണ്ടെന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരു ഇടയിൽ വന്ന റിപ്പോർട്ട് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ജാതി വ്യവസ്ഥ നിലവിലുണ്ടായിട്ടുള്ളത് തമിഴ്നാട്ടിലാണ്. തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇപ്പോഴും ജാതി വ്യവസ്ഥ നിലവിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ജാതി വ്യവസ്ഥയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുക. എന്ന് വെച്ചാൽ അവർ
ഭക്ഷണത്തിന് വേണ്ടി ക്യൂവിൽ നിൽക്കുമ്പോൾ പോലും അത് രണ്ട് രീതിയിലുള്ള ക്യൂ ആയിട്ടാണ് അവർ കാണുന്നത്. ഒന്ന്, ഈ ഏറ്റവും താഴ്ന്ന ജാതിയിലുള്ളവർ ഒരു ക്യൂ, ഏറ്റവും ഉയർന്ന ജാതിയിലുള്ളവർ അല്ലെങ്കിൽ ഏറ്റവും മേൽത്തട്ടിലുള്ള ജാതിയിലുള്ളവരെ പോലെ അങ്ങനെയാണ് അവർ വേർതിരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒരു മഹാകവി എന്നറിയപ്പെടുന്ന ഭാരതിയാർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ കവിതയിലൂടെയും അല്ലെങ്കിൽ മറ്റേ എഴുത്തിലൂടെയും പ്രവർത്തിച്ച മഹാനായ മഹാകവി ഭാരതിയാർ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് സാദികൾ ഇല്ലേടി പാപ്പ എന്ന് പറയുകയുണ്ടായി. എന്ന് വെച്ചാൽ ജാതികൾ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ ജാതി വ്യവസ്ഥ നിലവിൽ ഉണ്ട്, ജാതി വിവേചനം നിലവിലുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തും ജാതി വ്യവസ്ഥ ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അത് കാണാൻ നമുക്ക് സാധിക്കും. കഴിഞ്ഞ മാസം നമ്മൾ കണ്ടു, ഞാൻ പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അതിനെതിരെ ശക്തമായ ഒരു നിയമ പോരാട്ടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നിറത്തിന്റെ പേരിൽ ഒരു വ്യക്തി ആക്രമിക്കപ്പെടുക. അപ്പോൾ നമ്മുടെ കേരളത്തിലും ശാസ്ത്രത ഏറ്റവും കൂടുതൽ അതിന്റെ നിരക്ക് ഏറ്റവും കൂടുതലുള്ള നമ്മുടെ സംസ്ഥാനത്ത് പോലും ഈ ജാതി വ്യവസ്ഥ നിലവിലുണ്ടെന്ന് പറയുമ്പോൾ നമുക്കത് അംഗീകരിക്കാൻ സാധിക്കില്ല. അതിനെ ശക്തമായ നിലപ്പോലുള്ള വിദ്യാർത്ഥിനികൾ രംഗത്ത് വരണമെന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ഞാൻ ഈ ജാതി വ്യവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ അതിൽ 2-3 പേരുടെ പേര് അല്ലെങ്കിൽ അവരുടെ ആത്മഹത്യാ കുറിപ്പുകൾ ഇവിടെ സൂചിപ്പിക്കാനുണ്ട്. അതായത് നമ്മൾ സ്വാതന്ത്ര്യ സമരകാലത്ത് നിങ്ങളെ ഈ പഠനകാലങ്ങളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഞാൻ പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്ന്, ശ്രീധർ പന്ത് തിലക് എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് മുന്നണി പോരാളിയായിരുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കനായ ബാൽ ഗംഗാധർ തിലകിന്റെ ഇളയ പുത്രനാണ് ഈ ശ്രീധർ പന്ത് തിലക്. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. 32ാമത്തെ വയസ്സിൽ ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടിയതിന്റെ പരിണതഫലമായിട്ട് ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത ഒരു യുവാവായിരുന്നു. ഈ ബാലഗംഗാധർ തിലകിന്റെ ഇളയ പുത്രനായിരുന്നു. എന്ന് വെച്ചാൽ ഇവർ 1928 ഒരു ട്രെയിനിന് മുമ്പിൽ മുംബൈ അതുപോലെ തന്നെ പൂനെ എക്സ്പ്രസിന് മുമ്പിൽ ചാടി മരിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു സവർണ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു, കുടുംബമായിരുന്നു. എങ്കിൽ പോലും അന്ന് ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി. പോരാടിയത് മാത്രമല്ല, സ്വന്തം വീടിന് മുമ്പായിട്ട് ചെറുവർണ്ണ ഉന്മൂലന സമിതി എന്ന പേരിൽ ബോർഡ് തൂക്കിയതിന്റെ പേരിൽ അദ്ദേഹം ശക്തമായ ആക്രമണം, അതായത് മറ്റ് എതിർ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ വരെ അദ്ദേഹത്തിനെതിരെ ശക്തമായ ആക്രമണം നടത്തിയതിന്റെ പേരിൽ ഒരു കാരണം പിടിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ അന്ന് കൂടെ പ്രവർത്തിച്ച് മഹാനായ അംബേദ്കർക്ക് കത്ത് എഴുതി. ഒരുപക്ഷെ ഈ കത്ത് കിട്ടുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവില്ല, കത്തിന് മുമ്പ് തന്നെ ഞാൻ മരിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആത്മഹത്യാ കുറിപ്പ് എഴുതിയാണ് മരിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുകൂടി അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുപോലെ തന്നെ നമ്മുടെ മഹാനായ അംബേദ്കർ നേരിട്ടുള്ള ജാതി വ്യവസ്ഥ, ജാതി വിവേചനം നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ചരിത്രം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഒരുപാട് ജാതി വിവേചനം അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. 1929 തോന്നുന്നു മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ള നമ്മുടെ അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കാണാൻ എത്തിയപ്പോൾ അവിടെ പോകുന്നതിന് കാളവണ്ടി പോലെ കുതിരവണ്ടി ആവശ്യമുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ ആ കുതിരവണ്ടി ഓടിക്കാൻ പോലും അല്ലെങ്കിൽ കുതിരവണ്ടി കൊടുത്ത ആള് ഒരു സവർണ വിഭാഗത്തിലുണ്ടായിരുന്നു. എനിക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ സാധിക്കില്ല, ഇത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയും അന്ന് ആ വണ്ടി ഓടിച്ചത് നമ്മുടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു ആളായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, വണ്ടി ഓടിക്കാൻ അറിയില്ലാത്തതുകൊണ്ട് വണ്ടി ഓടിച്ചപ്പോൾ അവിടെ ഒരു അപകടം ഉണ്ടായി. അംബേദ്കർ ആ വണ്ടിയിൽ നിന്നും താഴെ വീണു. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി അന്നും ഉണ്ടായിരുന്നു. അതുപോലെ പല സംഭവങ്ങൾ നമുക്കറിയാം, ഒരുപാട് ഒട്ടനവധി സംഭവങ്ങൾ മഹാനായ അംബേദ്കർ നേരിട്ടുണ്ട്. അതുപോലെ ഉള്ള ജാതി വ്യവസ്ഥ അന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് 1950 ശേഷവും ഈ വ്യവസ്ഥ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാകും, നമ്മൾക്ക് ഈ സ്വാതന്ത്ര്യ സമര ഇന്ത്യയുടെ നമ്മുടെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിൽ നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ജാതി വ്യവസ്ഥ നേരിട്ട് ആത്മഹത്യ ചെയ്ത നമ്മുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ് 2016 രോഹിത് വെമുല. നമുക്കറിയാം അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ 21ാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ ഒരു സംഭവമായിരുന്നു, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയമായിരുന്നു രോഹിത് വെമുല എന്ന ചെറുപ്പക്കാരൻ എഴുതി ആത്മഹത്യ ചെയ്ത ഒരു സംഭവം. അദ്ദേഹം അവിടെ ആത്മഹത്യ കുറിപ്പിൽ എഴുതിയ ഒരൊറ്റ വാക്ക് ഞാൻ ഇവിടെ പരാമർശിക്കുകയാണ്.
എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ ജന്മമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വ്യക്തി അല്ലെങ്കിൽ ആ യുവാവ് മരിച്ചത്. അപ്പം ഒരുപാട് അത് ഒരു എഴുത്തുകാരനാകാൻ ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ കാൾ സാഗൻ എന്നറിയപ്പെടുന്ന ഒരു ശാസ്ത്ര ലേഖകനെ പോലെ ആകണമായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ താക്കി വെക്കുകയാണ് അദ്ദേഹം മരിച്ചത്. അവിടെ എഴുതി വെച്ചത്, അവസാനമായിട്ട് എഴുതി വെച്ച കത്തിൽ അദ്ദേഹം ഒന്നുകൂടി സൂചിപ്പിച്ചു, ഈ ലോകത്തെ മനസ്സിലാക്കുന്നതിന് ഞാൻ ഒരു തികഞ്ഞ പരാജയമായിരിക്കാം. മനുഷ്യരിൽ ചിലർക്ക് ജന്മം തന്നെയാണ് ശാപം. എന്റെ ജനനം തന്നെ ഒരു കൊടും തെറ്റായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യയെക്കുറിച്ച് എഴുതി വെച്ചത്. അപ്പൊ ഈ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യത്തിന് നിലവിലുള്ള ജാതി വ്യവസ്ഥ എങ്ങനെ. അതുപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ നമുക്കറിയപ്പെടുന്ന നമുക്ക് തൊട്ടടുത്ത തമിഴ്നാട്ടിൽ അതുപോലെ ഉദാഹരണങ്ങളുണ്ട്. അതുപോലെ ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ ഇതുപോലെ ജാതി വ്യവസ്ഥ അരങ്ങേറുന്ന ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ എന്ന് പറയപ്പെടുന്നത് 25% വരുന്നത് നമ്മുടെ ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ദലിത് വിഭാഗമാണ്. അതുപോലെ തന്നെ കേരളത്തിൽ 12% ദലിത് ജനവിഭാഗമാണ്. ഇവരെല്ലാം ഓരോ 18 മിനിറ്റിലും ഒരു ദലിതനെങ്കിലും ആക്രമണത്തിന് ഇരയാകുന്നതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു ദിവസം 3 ദലിത് സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരയാകുന്നു. അതുപോലെ തന്നെയാണ് ഒരു പ്രതിദിനം ദലിതർക്ക് നേരെ 27 അതിക്രമ കേസുകളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഓരോ ആഴ്ചയിലും 6 ദലിതരെയെങ്കിലും തട്ടിക്കൊണ്ടുപോവുകയോ കാണാതെയോ ചെയ്യുന്ന ഒരു വ്യവസ്ഥ നമുക്ക് നിലവിലുണ്ട്. അപ്പൊ ഇതിനെതിരെയെല്ലാം നമ്മൾ ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കേണ്ട ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തമിഴ്നാട്ടിൽ ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടാകുന്നു. അവിടെ ഉണ്ടായിട്ടുള്ളത് വിദ്യാർത്ഥിനികൾ അവര് ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവരെ വേറെ വേറെ ഹോസ്റ്റലുകളാണ്. നമുക്കെല്ലാം കേരളത്തിൽ അങ്ങനെ ഒന്നും സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ തമിഴ്നാട്ടില് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ഒരു ഹോസ്റ്റല്, ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് ഒരു ഹോസ്റ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് വേർതിരിവ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കഠിനமான ശിക്ഷകളും അവിടെ ഉണ്ടായിട്ടുണ്ട്. കലോത്സവങ്ങളിൽ വരെ നമുക്ക് ആർട്സ് ഫെസ്റ്റിവൽ അതുപോലുള്ള ഫെസ്റ്റിവലുകളിൽ പോലും വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാറില്ലെന്നുള്ള കാരണം ഒരു കണക്കുകളോട് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇതിൽ എടുത്തു പറയാം. അതിനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടില് പല മഹാന്കളും നമ്മുടെ കാലത്ത് ജീവിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു കോൾ വന്നാണ്. മഹാന്കൾ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ ബാബാ സാഹിബ് ഭീംറാവ് അംബേദ്കർ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ലോകത്തിനും ഒരു മാതൃകയായ ഉത്തമ ഒരു പുരുഷനായിരുന്നു നമ്മുടെ ബാബാ സാഹിബ് ഭീംറാവ് അംബേദ്കർ, BR അംബേദ്കർ. അദ്ദേഹം സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, നീതി എന്നിവയുടെ സന്ദേശം നൽകിക്കൊണ്ട് അത് മനുഷ്യരാശിയുടെ ഒരു പ്രധാനമായ ഒരു ഘടകമായിട്ട് കണ്ടുകൊണ്ട് തന്നെ അദ്ദേഹം പ്രവർത്തിക്കുകയാണ് ഉണ്ടായത്. നമുക്കറിയാം, ഇന്ന് ബാബാ സാഹിബ് അംബേദ്കറെ കുറിച്ച് ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും പ്രസക്തമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ വരെ അദ്ദേഹത്തിന്റെ ഒരു അറിവിന്റെ പ്രതീകമായിട്ട് അവർ സ്വീകരിച്ചിരിക്കുകയാണ്, പ്രതീകമായിട്ട്. അതുപോലെ തന്നെ ഈയിടെ അദ്ദേഹത്തിന്റെ ഒരു മഹത്തായ ഒരു പ്രതിമയും കൂടി അവർ അവിടെ സ്ഥാപിച്ചു. അതുപോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ അംബേദ്കറുടെ മാനസികാശയങ്ങളുടെ ഒരു കരുത്ത് എന്ന് നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും, പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ രാജ്യത്ത് അദ്ദേഹത്തിന്റെ ചിന്തകൾ അവഗണിക്കപ്പെടുന്നതാണ് കണക്കുകൾ പറയപ്പെടുന്നത്, എഴുത്തുകാരന്മാർ പറയുന്നത്. അതായത് ദലിതർ അടിച്ചമർത്തപ്പെടുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ചിന്തകൾ അവഗണിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മളിത് ഒരു സൂക്ഷ്മമായിട്ട് ഒരു പഠനം നമ്മൾ ഇവിടെ കാണേണ്ടതുണ്ട്. അതായത് ജാതി അടിസ്ഥാനത്തിലുള്ള അടിച്ചമർത്തലുകൾ ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്ത് അരങ്ങേറുന്നു. ദലിത് വിദ്യാർത്ഥികൾക്ക് നേരെ അന്യായമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ കാലഘട്ടത്ത് നമ്മുടെ ഈ സാഹചര്യത്തിൽ BR അംബേദ്കറുടെ മാനുഷിക ആശയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ടാകുന്നതോടുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. നമുക്ക് അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയിൽ പറഞ്ഞ ഒരു വാക്ക് കൂടി ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുകയാണ്. അദ്ദേഹം നടത്തിയ പ്രസിദ്ധമായ ഒരു പ്രസംഗത്തിൽ അവിടെ ചൂണ്ടിക്കാണിച്ചു, ഇന്ത്യ ഇന്ന് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അവിടെ രാഷ്ട്രീയത്തിൽ തുല്യത ഉണ്ടാകാം, എന്നാൽ സാമ്പത്തിക ജീവിതത്തിൽ അസമത്വം ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഈ ജീവിതം നമുക്ക് എത്ര നാൾ തുടരാനാകും, അതുപോലെ തന്നെ നമുക്ക് അതിജീവിക്കാൻ കഴിയുമോ എന്നും കൂടി ഒരു ചോദ്യം കൂടി അവിടെ അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. സാമൂഹിക ജനാധിപത്യത്തിൽ നിന്ന് വളരെ നമുക്ക് നഷ്ടമായി നമ്മുടെ രാഷ്ട്രീയ ജനാധിപത്യ അപകടത്തിലാകുന്നത് ഇത് ഉറപ്പാണ് എന്ന് അവിടെ പറയുകയുണ്ടായി. അപ്പൊ ഇവിടെ നിങ്ങളെപ്പോലെ വിദ്യാർത്ഥികൾ ഒരു നല്ല രീതിയിലുള്ള പ്രവർത്തനം ഇദ്ദേഹത്തിന്റെ ഈ ചോദ്യങ്ങൾ പുസ്തകം കാണുന്നതിലൂടെ നടത്തേണ്ടതുണ്ട്. അതുപോലെ
2023 ഡിസംബർ 4 ഒരു വലിയ രീതിയിലുള്ള ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ഒരു പ്രതിഷേധം ഉണ്ടാകുകയുണ്ടായി. അതുകൂടി ഞാനവിടെ അവതരിപ്പിക്കുകയാണ്. ആ പ്രതിഷേധത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി, ദളിതർക്ക് വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടി, സാമൂഹ്യ നീതിക്ക് വേണ്ടി നിരവധി സംഘടനകൾ അവിടെ ഒത്തുചേർന്നു. അവിടെ ഒരുമിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി. അവിടെ പറഞ്ഞത്, അവർ ഉയർത്തിക്കൊണ്ടുവന്നത് ഇത് ഇത്രമാത്രമാണ്: ദലിതർക്ക് സാമൂഹിക നീതി ആവശ്യപ്പെടുകയാണ് അവർ ചെയ്തത്. ദലിതർക്ക് ഭൂമി വേണമെന്നായിരുന്നു അവരുടെ ആവശ്യമായിരുന്നു. കൂടാതെ അവർ സ്വകാര്യവൽക്കരണത്തിന് എതിർക്കുകയും കൂടാതെ സ്വകാര്യ മേഖലയിൽ സംവരണം വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവിടെ സമരം നടത്തിയത്. അപ്പോൾ അവിടെ ദലിതർക്കും ഭരണഘടന അനുഭവിക്കുന്ന തുല്യ അവകാശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ സമരം എന്ന് പറയപ്പെടുമ്പോൾ, അവർ അന്തസ്തോടുകൂടി ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതായത് തുല്യ അവകാശങ്ങളും നീതിയും സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അവിടെ സമരം നടത്തിയത്. ആ സമരം ഒരുപക്ഷെ വിജയിച്ചു എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വിജയം ഉണ്ടായില്ലെങ്കിൽ പോലും അവിടെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി വരെ അത് ഉറ്റുനോക്കിയ ഒരു സംഭവമായിട്ട് അവിടെ മാറിയത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ പല രീതിയിലുള്ള സവർണ വർഗീയവാദ ദലിതർക്ക് ചൂഷണം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം ഒരു തുടർച്ചയ്ക്ക് ജാതിയുടെ നാശമാണ് നമ്മുടെ അംബേദ്കർ ആഗ്രഹിച്ചിരുന്നെങ്കിലും അത് അനുദിനം കൂടി വരുന്ന കണക്കുകൾ നമുക്ക് ഉദാഹരണം വെച്ചാലും കണ്ടില്ല എന്ന് നടിക്കാനും സാധിക്കില്ല. പക്ഷേ അതിനെതിരെ ശക്തമായ പോരാട്ടവും നമുക്ക് വേണ്ടതാണ്. അതുപോലെ തന്നെയാണ് ജനാധിപത്യ മൂല്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടുതൽ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്തിൽ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് കൂടുതലായിട്ട് അതിലേക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള സമയം അല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാമല്ലോ. ജനാധിപത്യ മൂല്യങ്ങൾ ഇപ്പോൾ അടിച്ചമർത്തപ്പെടുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ അരങ്ങേറി വരുന്നത് നമുക്കറിയാം. കേരളത്തിൽ പ്രത്യേകിച്ച് ജാതി വ്യവസ്ഥയുടെ പേരിൽ മറ്റുള്ള പേരിൽ ഒരുപാട് കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ 2019 തോന്നുന്നു 18 കോട്ടയത്ത് കെവിൻ വധക്കേസ്, നമ്മുടെ ശാസ്ത്രജ്ഞർ പറഞ്ഞ നമ്മുടെ നാട്ടിൽ ഏറ്റവും ദുരൂഹമായി കൊല എന്നറിയപ്പെടുന്ന രീതിയിൽ ഒരു കൊല ഉണ്ടായി. കെവിനെ വധിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നിരവധി സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിനെതിരെ പോരാട്ടം ആവശ്യമെങ്കിൽ ബി.ആർ. അംബേദ്കർ ഉയർത്തി കൊണ്ടുവന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ കരുതുന്നത് മാത്രമല്ല, അതിനെ പ്രവർത്തനമാക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജമായ പോരാട്ടം നമുക്ക് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഞാൻ വളരെ വേഗത്തിലാണ് പറഞ്ഞു വരുന്നത്. കാരണം കൂടുതൽ കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, തെരഞ്ഞെടുപ്പുള്ളത് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടല്ല എങ്കിലും ഒരു 2-3 കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉത്തർപ്രദേശിന്റെ കാര്യങ്ങൾ കൂടി പറഞ്ഞു വരേണ്ടതുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ദലിതർക്കെതിരെ ആക്രമണം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. നമുക്ക് പത്രമാധ്യമങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും കൂടുതൽ അവിടെ ദലിതർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അതിൽ ഒരൊറ്റ സംഭവം കൂടി ഞാൻ അവിടെ പറയുകയാണ്. ഒരു കൗമാരക്കാരന്റെ മുഖത്ത് മൂത്രം ഒഴിച്ച ഒരു സംഭവമാണ്. ഞാനത് ആ പത്രത്തിൽ വായിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ എടുത്തു പറയുന്നത്. കാരണം അത്രമാത്രം അവിടെ ജാതി വ്യവസ്ഥ അരങ്ങേറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2023 നവംബർ മാസത്തിൽ ഉത്തർപ്രദേശിലെ ഒരു ജില്ലയിലെ ഒരു ദലിത് കൗമാരക്കാരൻ 2 ജാതികൾ ഉയർന്ന ജാതിക്കാർ തമ്മിലുള്ള എന്തോ പ്രശ്നം വന്നപ്പോൾ അവിടെ അവരെ മർദ്ദിക്കുകയും ആ യുവാവിനെതിരെ യുവാവ് വെള്ളം ചോദിച്ചപ്പോൾ അതിന് വേറെ മൂത്രം ഒഴിച്ചു കൊടുത്ത ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ നമുക്ക് എത്രമാത്രം നമുക്ക് തടയാൻ സാധിക്കും. ഇവിടെയാണ് നമ്മുടെ അംബേദ്കറിന്റെ ആശയങ്ങളും അദ്ദേഹം കണ്ട കാഴ്ചപ്പാടുകളും നമ്മൾ കാണുന്നത്. ഒരുപാട് നമുക്കറിയാം അംബേദ്കറിന്റെ ജാതി വ്യവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൽ ഒരൊറ്റ ഉദാഹരണം കൂടി എനിക്ക് ഇവിടെ അറിയാനായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അദ്ദേഹം 1891 ജനിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും അദ്ദേഹത്തിന്റെ ശക്തമായ പോരാട്ടവും വെച്ച് കണക്കാക്കുമ്പോൾ അദ്ദേഹത്തിന് 1990 ഭാരതരത്ന കൊടുത്തത് ഏറ്റവും വലിയ ഒരു സിവിലിയൻ അവാർഡ് എന്ന ഭാരതരത്ന കൊടുത്തത് എന്ന് പറയപ്പെടുമ്പോൾ 100 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ ആദരിച്ചതെന്ന് പറയുമ്പോൾ ഇവിടെ എവിടെയാണ് ജാതി വ്യവസ്ഥ എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രമാത്രം എല്ലാ ലോകരാജ്യങ്ങളും അദ്ദേഹത്തെ ആദരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് 1990 അദ്ദേഹത്തിന് ഭാരതരത്ന കൊടുത്ത് ആദരിച്ചത് എന്ന് പറയപ്പെടുമ്പോൾ ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
അപ്പൊ അതുപോലുള്ള അസമത്വം നമ്മുടെ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ആ അസമത്വത്തിനെതിരെ പോരാടേണ്ടത് നമ്മുടെ എല്ലാം ആവശ്യമാണ്. അസമത്വം മാത്രമല്ല, അനീതിയും അതുപോലെ തന്നെ മറ്റു എല്ലാ കാര്യങ്ങളും നടക്കുകയാണ്. നമുക്കറിയാം, സ്ത്രീകളുടെ വികസനത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയത് നമ്മുടെ B.R. അംബേദ്കറാണ്. സ്ത്രീകളുടെ ശാക്തീകരണം സംബന്ധിച്ച് അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത്. അതിൽ ഏറ്റവും വലിയ ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സ്ത്രീകളുടെ വികസനം എന്ന് പറയപ്പെടുന്നത് ഒരു സ്ത്രീയുടെ ജീവിതം അല്ലെങ്കിൽ അവർ വിദ്യാഭ്യാസപരമായിട്ട് അവർ വികസനം അവിടെ സംഭവിച്ചാൽ ആ കുടുംബം മുഴുവനും വികസനം നേടും, അല്ലെങ്കിൽ പ്രൗഢി നേടുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഒരു പുരുഷൻ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് വന്നാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് മാത്രമായിരിക്കും ആ ഒരു ഉയർച്ച. അതേ സമയത്ത് ഒരു സ്ത്രീക്ക് വിദ്യാഭ്യാസപരമായിട്ട് എല്ലാവിധ തരത്തിലും ഉയർച്ച സംഭവിച്ചാൽ ആ കുടുംബം ഉൾപ്പെടെ, ആ സമൂഹം ഉൾപ്പെടെ ഉയർച്ച നേടുമെന്നാണ് അദ്ദേഹം കരുതിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിശ്വസിച്ചത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഹിന്ദു കോഡ് ബില്ല് പാസ്സാക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് പരാജയപ്പെടുകയാണ് ചെയ്തത്. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തിയത് നമ്മുടെ മഹാനായ അംബേദ്കറാണെന്ന് എനിക്ക് വളരെ അഭിമാനത്തോടെ എനിക്ക് പറയാൻ സാധിക്കും. അതുപോലെ എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടിയും ദലിതർക്ക് വേണ്ടിയും നിരാലംബരായ ജനങ്ങൾക്ക് വേണ്ടിയും ഒരുപാട് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ മഹാനായ അംബേദ്കറുടെ പേരിലാണ് നിങ്ങൾ ഒരു ചർച്ച നടത്തിയിരുന്നു എന്ന് പറയുമ്പോൾ ഞാനത് വലിയ രീതിയിൽ ഇത് കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എല്ലാവരും മാറ്റിവെക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇവിടെ സ്വാമി പറഞ്ഞപ്പോൾ, അംബേദ്കറെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും 2 വാക്ക് പറയാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിത് പങ്കെടുത്തത്. എനിക്ക് തോന്നുന്നു ഞാൻ +2 പഠിക്കുമ്പോൾ അംബേദ്കറുടെ ചരിത്രം അല്ലെങ്കിൽ അംബേദ്കറെ കുറിച്ച് ഒരു essay റൈറ്റിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് സ്റ്റേറ്റ് ലെവലിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയതാണ് ഞാൻ. കാരണം അംബേദ്കർ എൻ്റെ ജീവിതത്തിന്റെ ഒരു റോൾ മോഡലായിട്ട് ഞാൻ കാണുകയാണ്. കാരണം ഇത്രമാത്രം ജാതി വ്യവസ്ഥ നടന്ന സമയത്ത് പോലും നമ്മുടെ ലോകത്തിൽ ഒരു വ്യക്തി പോലും ഇത്രമാത്രം ഡോക്ടറേറ്റ് ഉൾപ്പെടെ ഒരുപാട് ഈ പഠനമായിട്ട് സംബന്ധിച്ചുകൊണ്ട് ഒരുപാട് അവാർഡുകളും എല്ലാം നേടിയത് ഡോക്ടറേറ്റിൽ ഒരുപാടുണ്ട് അദ്ദേഹത്തിന്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിന്റെ ഡോക്ടറേറ്റ് നേടിയ കലിയലിലുള്ള അവിടെ നിന്നുള്ള ഡോക്ടറേറ്റ്, അങ്ങനെ ഒരുപാട് ഇതെല്ലാം നേടിയത് ഈ ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ട ഊന്നിൽപ്പെട്ട, അതായത് സ്കൂളുകളിൽ ചെല്ലുമ്പോൾ സ്കൂളിൽ മൂലയ്ക്ക് ഇരുത്തിക്കൊണ്ട് ചാക്ക് വിരിച്ച് അവിടെ ഇരുത്തി പഠിപ്പിച്ച ഒരു വ്യവസ്ഥാനം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പഠിച്ച ഒരു വ്യക്തി ഇത്രമാത്രം നേടിയെന്ന് പറയുമ്പോൾ ഈ ഒരു കാലത്ത് ഒരിക്കലും, അതായത് നേരത്തെ നമ്മൾ അറിയണം ഐൻസ്റ്റീനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ പറയും. ഇതുപോലുള്ള മനുഷ്യനിവിടെ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നോ എന്ന് പലരും പിന്നീട് ചോദിക്കും എന്ന്. പക്ഷേ ഞാനിവിടെ പറയുകയാണ്, വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഇതുപോലുള്ള ഒരു മഹാനായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഇത്രമാത്രം വലിയ ഒരു വ്യക്തി നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നതെന്ന് ഞാൻ വലിയ ഇതിൽ ഞാൻ ചോദിക്കുകയാണ്. അത്രമാത്രം ഞങ്ങൾക്ക് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് മഹാനായ അംബേദ്കർ. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ നിങ്ങളൊരു ചർച്ച ഇവിടെ സംഘടിപ്പിച്ചത് എന്തുകൊണ്ടും നല്ലതാണ്. നിങ്ങളുടെ വിദ്യാർത്ഥികളിൽ എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ പഠനത്തോടൊപ്പം തന്നെ പ്രവർത്തിക്കുക. ജനങ്ങൾക്ക് വേണ്ടിയല്ല, നമ്മുടെ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട ഈ വിഭാഗത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. ഒരുപക്ഷെ നിങ്ങൾ ജോലിയിലോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ആ ജോലിയോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ജീവിതം തള്ളി നിൽക്കേണ്ടി വരും. അതേ സമയത്ത് ഈ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ചർച്ചകൾ സംഘടിപ്പിക്കുക, പ്രവർത്തനം കൂടുതൽ സംഘടിപ്പിക്കുക. ഒരുപാട് ജനതകൾ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, അവരുടെ പാർപ്പിട അല്ലെങ്കിൽ അവരുടെ മറ്റ് അവകാശങ്ങൾക്ക് വേണ്ടി ഒരുപാട് പേര് ഈ ലോകത്തിൽ നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് പേര് ആരും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ജീവിച്ചിട്ടുണ്ടാകും. അവരെല്ലാം നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ നിയമസഹായം ഉൾപ്പെടെയുള്ള നിങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ മുഖ്യധാര സമൂഹത്തിലെ ഉയർത്തിക്കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോഴാണ് ഈ അംബേദ്കർ കണ്ട ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ ഇന്ത്യയുടെ GDP എന്ന് പറയപ്പെടുന്നത് അമേരിക്ക ഈക്വലായിട്ട് വന്നിരിക്കുകയാണ്. ഏകദേശം 3.6 ട്രില്യൺ അമേരിക്കൻ ഡോളറാണ് നമ്മൾ നേടിയിട്ടുള്ളത്. പക്ഷെ അതെല്ലാം ഒന്നല്ല, സമ്പത്ത് ഘടനയല്ല ഇവിടെ വേണ്ടത്. ഈ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ജനങ്ങളുടെ ഉന്നതമായ ഉയർച്ചയാണ് നമ്മുടെ സമൂഹത്തിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് എത്ര വലിയ നേട്ടങ്ങൾ ചെയ്താലും നമ്മുടെ ഈ
ജീവിതം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഈ പാവപ്പെട്ടവർ ഉയർന്നു വന്നാൽ മാത്രമാണ് നമ്മൾ എല്ലാ രീതിയിലും സമ്പാദിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു വികസിത രാജ്യമായിട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് വികസിത രാജ്യമാകാൻ സാധിക്കില്ല. നമുക്ക് 2047 ആകുമ്പോൾ ഒരു വികസിത രാജ്യമായിട്ട് വരണം എന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ പോലും ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരിക്കലും മുമ്പോട്ട് വരാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്തിട്ടുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ പറയപ്പെടുന്ന 10ാമത്തെ വിഷയം, അതായത് അസമത്വം ഇല്ലാതാക്കുക എന്നുള്ള വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പോരാടുക. എങ്കിൽ മാത്രമാണ് ഈ ജാതി വ്യവസ്ഥയും വർണ്ണവരിയും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കൂ. അതുപോലെയുള്ള കാര്യങ്ങൾക്ക് മുമ്പോട്ട് വരാൻ എൻ്റെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ ഈ അംബേദ്കർ സ്റ്റഡി സർക്കിളിന് എനിക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ ആ ജാതി വ്യവസ്ഥയുടെ പേരിൽ അടിച്ചമർത്തപ്പെടുന്ന വിഭാഗമില്ലാതാകുന്ന ഒരു രാജ്യമായിരിക്കണം നമ്മുടെ ഇന്ത്യ. അതാണ് എൻ്റെ സ്വപ്നം. അതാണ് നമ്മളെല്ലാവരും കാണേണ്ട സ്വപ്നം. ആ സ്വപ്നത്തിന് വേണ്ടി, ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും മുമ്പോട്ട് വരിക. ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ ഉറപ്പായിട്ടും നിങ്ങളെപ്പോലുള്ള നിങ്ങൾ നടത്തുന്ന ചർച്ചയ്ക്ക് ഏതെങ്കിലും ഒരു അവസരം വന്നാൽ ഞാൻ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ അവസരം നൽകിയ എൻ്റെ നാട്ടുകാരി കൂടിയ ശ്രീമതി കുമാരി സ്വാതിക്കും അതുപോലെ തന്നെ ഈ അംബേദ്കർ സ്റ്റഡി സർക്കിളിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ഭാരവാഹികൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുക അന്താരാഷ്ട്ര ലെവലാണ്. അതായത് ലോക സമാധാനം, പരിസ്ഥിതി സംരക്ഷണം, അതാണ് എൻ്റെ വിഷയം. അതായത് യുദ്ധരഹിത ലോകം സൃഷ്ടിക്കുക. അതാണ് അതിനുവേണ്ടിയുള്ള ഒരുപാട് സംഘടനകളുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. 20ഓളം സംഘടന, അന്താരാഷ്ട്ര സംഘടന പ്രവർത്തിക്കുകയാണ്. അതിന്റെ പേരിൽ ഇപ്പോൾ നമുക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധം, അതുപോലെ തന്നെ അമേരിക്ക, റഷ്യ, യുക്രൈൻ യുദ്ധം. ആ വിഷയങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ഓൺലൈൻ രീതിയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ പേരിൽ ഈ കഴിഞ്ഞ വർഷം എൻ്റെ പേര് പരിഗണിക്കുകയുണ്ടായി. നൊബേൽ പീസ് പ്രൈസിന് അവർ നോമിനേഷൻ ഒരുപാട് സംഘടനകൾ അയച്ചിട്ടുണ്ട്, ഈ വർഷം അയച്ചിട്ടുണ്ട്. പക്ഷേ അത് കിട്ടിയാലില്ലെങ്കിലും എൻ്റെ ഒരു എയിം എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ പോലെ ഏറ്റവും താഴ്ന്ന, ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഇടുക്കിയിൽ നിന്നും ആ സമ്മാനം നേടുന്നതിനുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നേടുന്നതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ്. അതായത് നമ്മളൊരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും എഴുതിയാൽ അതിന് ഒരു ആൻസർ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ആയുധമായിട്ടാണ് ഇതെല്ലാം കാണുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അടിച്ചമർത്തപ്പെടുന്ന ഈ വിഭാഗങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ ശക്തമായ പോരാട്ടം നടത്താൻ എനിക്ക് സാധിക്കും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം. നമുക്ക് ഒരുപക്ഷെ ഇനി ഏതെങ്കിലും അവസരത്തിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമെങ്കിൽ നേരിട്ട് നമുക്ക് പല കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ സമയത്ത് എല്ലാവർക്കും നന്ദി ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷൻ ആണ്. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഗുഡ് ഈവനിങ് സാർ. സാറ് പറഞ്ഞ ഈ നമ്മളിപ്പോ വാർ ഇല്ലാതെ ഒരു ലോകത്തിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്നു. അപ്പോ ഈ വെപ്പൺ ഇൻഡസ്ട്രിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ലാഭം തരുന്ന ഇൻഡസ്ട്രി ആയിട്ട് ഇന്ന് വരെയും അങ്ങനെയാണ് നിൽക്കുന്നത്. അതെ അതെ. അപ്പോ നമുക്ക് പറഞ്ഞു തരപ്പെടുന്ന ഹീറോസ് എല്ലാരും മെയിൻലി നോക്കിയാൽ ദൈവങ്ങൾ തുടങ്ങി എല്ലാരും ഈ യുദ്ധം ചെയ്ത് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ചവരോ അല്ലെങ്കിൽ ജയിച്ചവരാണ് നമ്മുടെ ഹീറോസ്. ശരി. പിന്നെ UN പോലെ ഒരു ഓർഗനൈസേഷൻ ഒരു വാറിനെ പോലും നിർത്താൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ ഇന്ന് നിൽക്കുന്നു. അപ്പോ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മളെ പോലെ സാധാരണ ആൾക്കാർക്ക് ഇതൊക്കെ ഒരു ഇല്യൂഷൻ ആയിട്ടും അല്ലെങ്കിൽ നമ്മൾ ദേ ആർ ട്രൈങ് ടു ചീറ്റ് us ഇൻ എ വെരി സിസ്റ്റമാറ്റിക് മാനർ എന്ന് ഞാൻ പറഞ്ഞ അത് ശരിയാ തെറ്റത്? ഓക്കെ, വളരെ പ്രസക്തമായ അല്ലെങ്കിൽ ഏറ്റവും നല്ല ചോദ്യമാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ എല്ലാ മീറ്റിങ്ങുകൾ പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഐക്യരാഷ്ട്രസഭയെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു എന്താണ് അവരെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രവർത്തനം, അത് ആരെങ്കിലും ഒരാൾ അത് ആ സംഘടനയെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അവർ കാഴ്ചവെക്കുന്നത് എല്ലാവരും ചോദിക്കാറുണ്ട്. ശരിയാണ്, വളരെ നല്ല ചോദ്യമാണ്. കാരണം
ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പ്രവർത്തിക്കുക ഏകദേശം 199 അംഗരാജ്യങ്ങളുണ്ട്, 123 അംഗരാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ പവർ എന്ന് പറയപ്പെടുന്നത് അമേരിക്കയാണ്. നമുക്കറിയാം, അമേരിക്ക കഴിഞ്ഞ ദിവസവും പിന്നെ ഏതാണ് ജോർഡാൻ വിഷയമാണ് എന്താണെന്ന് തോന്നുന്നു, അതിൽ വീറ്റോ പവർ അദ്ദേഹം ഉപയോഗിച്ചു. കാരണം വെച്ചാൽ പാലസ്തീന്റെ വിഷയത്തില് 12 രാജ്യങ്ങൾ അംഗീകരിക്കുകയും അതേ സമയത്ത് അത് ആ പ്രമേയം പാസ്സാകും എന്ന നിലയ്ക്ക് വന്നപ്പോൾ അമേരിക്ക അതിന് വീറ്റോ ചെയ്തു. എന്ന് വെച്ചാൽ ഈ ഐക്യരാഷ്ട്രസഭ അന്ന് ഉണ്ടായപ്പോൾ അന്ന് ഇത് ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് മുൻപന്തിൽ പ്രവർത്തിച്ച രാജ്യമാണ് അമേരിക്ക. അപ്പൊ അതുകൊണ്ട് തന്നെ ആ അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ അതിനു വേണ്ടിയുള്ള കൺട്രോൾ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ്. അപ്പൊ അതുകൊണ്ട് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ വിചാരിച്ചാലേ ഇന്ന് ലോകത്ത് എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ അനക്കം ഉണ്ടാവൂ എന്ന രീതിക്കാണ് ഈ ഐക്യരാഷ്ട്രസഭ പോലുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നത്. ശരിക്കും അത് തെറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പൊ എന്റെ മനസ്സിലുണ്ടായിട്ടുള്ളത്, എന്റെ പ്രവർത്തനം മുമ്പോട്ട് കൂടുതൽ കൊണ്ടുപോയി അമേരിക്ക പോലുള്ള ഐക്യരാഷ്ട്രസഭ പോലുള്ള സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭ എന്താണ് അവരുടെ ലക്ഷ്യം എന്ന് കാണിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ഇപ്പം നമുക്ക് അന്റോണിയോ ഗുട്ടറസ് പോലുള്ള തലവന്മാർ ഇവരെല്ലാവരും തന്നെ ഒരു പാവയെ പോലാണ് പ്രവർത്തിക്കുന്നത്. വെച്ചാൽ അവർ ഓരോ വിഷയങ്ങൾക്ക് ഇടപെടുക. കഴിഞ്ഞ ദിവസം ഇറാന് ഇസ്രായേലിനെതിരെ 200ഓളം മിസൈലുകൾ, ഡ്രോണുകൾ അങ്ങോട്ട് വിട്ടപ്പോൾ അതിനൊരു ഒറ്റ ഒരു പ്രതികരണം പോലും അദ്ദേഹത്തിന്റെ പേജിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ നിന്നോ കാണാൻ സാധിച്ചില്ല. കാരണം അത്രമാത്രം അമേരിക്ക പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ പ്രവർത്തിക്കുന്നത്. എന്തായാലും അതിനെതിരെ നമ്മൾ പ്രവർത്തിക്കുന്നില്ല. ആ ഐക്യരാഷ്ട്രസഭയിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ പോയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ എന്റെ പ്രവർത്തനം കൂടുതൽ വിപുലീകരിച്ച് ഞാൻ ചെയ്യുകയാണ്. പക്ഷെ ഈ പറഞ്ഞ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് യുദ്ധരഹിത ലോകം, അതായത് യുദ്ധമില്ലാത്ത ഒരു ലോകം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ സാധിക്കുമെന്നാണ്. കാരണം ഈ വരും കാലങ്ങളിൽ യുദ്ധങ്ങൾക്കല്ല പ്രസക്തി. ഒരു യുദ്ധം വാർ വിൽ ക്രിയേറ്റ് അനദർ വാർ എന്നാണ് പറയുന്നത്. ഒരു വാർ വിൽ ക്രിയേറ്റ് അനദർ വാർ. ഒരു വാർ മറ്റൊരു യുദ്ധത്തിനെയാണ്. ഇപ്പം ഞാൻ പറയണ്ടോ, കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഗാസയ്ക്കെതിരെ ആക്രമണം ഉണ്ടായി. ഗാസയിൽ അവർ പറഞ്ഞ ഹമാസ് ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് യുദ്ധം ആരംഭിച്ചത്. പക്ഷെ അവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പാവപ്പെട്ട ഇന്നും 10 കുട്ടികൾ, ഇന്ന് ഞാൻ ടി വിയിൽ കണ്ടു, 10 കുട്ടികൾ അവിടെ ചെത്തു, ആക്രമണത്തിനിരയായി. അപ്പോ ഒരു യുദ്ധം അവിടെ നടന്നപ്പോൾ വേറൊരു യുദ്ധം ഇപ്പം തുടങ്ങി. ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ അവിടെ സമാധാനമല്ല ഉണ്ടാകാൻ പോകുന്നത്, ഒരു യുദ്ധം മറ്റൊരു യുദ്ധത്തിന് വഴി ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ 3ാം ലോക മഹായുദ്ധം നമുക്ക് തൊട്ടടുത്താണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇറാന് ഇസ്രായേലിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ മറ്റു രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങളെ, അറേബ്യൻ രാജ്യങ്ങളെല്ലാം ഇറാനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ 3ാമത് ഒരു ലോക മഹായുദ്ധം ആരംഭിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇനി വരും കാലങ്ങളിൽ ഉറപ്പായിട്ടും ആണവായുധമോ അല്ലെങ്കിൽ മറ്റുള്ള അതല്ല വേണ്ടത്. യുദ്ധരഹിത ലോകം ഉറപ്പായിട്ടും ഉണ്ടായില്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ഭാവി തലമുറ, അതായത് ഞാനൊക്കെ ഇനിയിപ്പം കുറച്ചു കാലം, എനിക്ക് ഇനി 10-20 വർഷം ജീവിക്കും. പക്ഷെ നിങ്ങളുടെ തലമുറ ജീവിക്കണമെങ്കിൽ ഉറപ്പായിട്ടും യുദ്ധരഹിത ലോകം ഉണ്ടാവണം. അതിന് സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നമ്മൾ വെറും ചർച്ചയല്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഞാൻ ഒരു 10 വർഷം കൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നു. 10 വർഷത്തിൽ എന്നെ കൊണ്ട് ഞാൻ നേരിട്ടല്ലാതെ ഓൺലൈൻ മുഖേന ഒരുപാട് രാഷ്ട്രതലവന്മാർക്ക് ഞാൻ പരാതിയാക്കി, നിവേദനയ്ക്ക്, അതിലെല്ലാം എനിക്ക് മറുപടി ഉണ്ട്. അമേരിക്കയിലുള്ള സെനറ്റർമാർ ഒരുപാട് പേര് എനിക്ക് മറുപടി തന്നിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യും, അതിനുള്ള പരിഹാരം കാണുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് അയക്കുന്ന നിവേദനങ്ങൾക്ക് വരെ മറുപടി കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ നേരിട്ടെത്തി, അത് നമ്മൾ അവിടെ എത്തി നമ്മൾ പ്രവർത്തനം ചെയ്താൽ ഉറപ്പായിട്ടും ഈ ഞാൻ പറഞ്ഞ ഈ ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് യുദ്ധരഹിത ലോകം, വേൾഡ് വിത്തൗട്ട് വാർ ഉണ്ടാവുന്നതാണ് എനിക്ക് പറയാം. മറ്റു ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉന്നയിക്കാവുന്നതാണ്. അതായത് നമ്മൾ ഒരു കാര്യം കൂടി വ്യക്തമാക്കുകയാണ്, നമ്മുടെ ലോകത്ത് യുദ്ധങ്ങൾ നടക്കുമ്പോൾ തന്നെ യുദ്ധങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകൾ, NGOകൾ നമ്മുടെ ഇന്ന് ലോകത്തുണ്ട്. അവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് ഇന്ന് ഒരുപക്ഷെ നമ്മൾ ഈ 3ാമത്തെ ലോക മഹായുദ്ധം ഉണ്ടാകാതെ അവർ നോക്കുക. കാരണം അതുപോലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല ലോക രാജ്യങ്ങളും തലവന്മാരുമായിട്ട് അവർ ചർച്ച ചെയ്തുകൊണ്ട് അതിനുവേണ്ടിയുള്ള അതിനുള്ള ഒരു വഴി അല്ലെങ്കിൽ ഒരു വഴി അവർ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന
ഉണ്ടായത്. പക്ഷെ അതുണ്ടാതിരിക്കാൻ കാരണം ഇതുപോലുള്ള പ്രവർത്തനങ്ങളാണ്. അവർ ചർച്ച ചെയ്ത് അവർക്ക് അത് വേണ്ട ഇപ്പോൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇന്നിപ്പം വേറൊരു യുദ്ധം ഉണ്ടാകാത്തത്. അപ്പം അതിന് പ്രസക്തി ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ലോകരാജ്യങ്ങൾ ഇവിടെ ഇപ്പോൾ കിടമത്സവമാണ്. അതായത് ന്യൂക്ലിയർ ആറ്റം ബോംബ്സ്, നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് 200-250 വരുന്ന ആറ്റം ബോംബ്സ് ഉണ്ട്. അമേരിക്കയിൽ 16 വരെ ആറ്റം ബോംബ്സ് ഉണ്ട്. ഒരു ആറ്റം ബോംബ് പൊട്ടിയപ്പോൾ തന്നെ 1900 നമുക്കറിയാം ഹിരോഷിമ നാഗാസാക്കിയിലുണ്ടായ ആറ്റം ബോംബിൽ തന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇതുവരെ ആയിട്ടില്ല, മാറിയിട്ടില്ല. ഇപ്പോഴും അവിടെ ഉള്ള കുട്ടികൾ ജനിക്കുന്നത് എല്ലാം ക്യാൻസർ ബാധിതരായിട്ടാണ്, മറ്റു രോഗങ്ങളാണ്, മാറാ രോഗങ്ങൾക്ക് അടിമയായിട്ടാണ് ജനിക്കുന്നത്. അപ്പോൾ ആ ഒരു ആറ്റം ബോംബിൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ ആയിരക്കണക്കിന് വരുന്ന 15,000-ഓളം വരുന്ന ആറ്റം ബോംബുകൾ ഇന്ന് ലോകരാജ്യങ്ങൾ കയ്യിലുണ്ട്. ഇതെല്ലാം ഒന്ന് പൊട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ നമ്മളൊന്ന് പരിശോധിക്കണം. അപ്പോൾ ശരിക്കും നമ്മൾ അതിനെതിരെ പോരാടുകയാണ് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് പറയാൻ. സാർ ഒരു ചോദ്യം. ഓക്കെ സാർ, കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ജാതി വ്യവസ്ഥയുടെ കാര്യം വരുമ്പോൾ ഏതെങ്കിലും മേഖലകളിൽ ഒരു പടി മെച്ചപ്പെട്ട രീതിയിലാണെന്ന് തോന്നിയിട്ടുണ്ടോ? പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കുറവാണ്. അതേ സമയത്ത് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്. പക്ഷേ മെച്ചപ്പെട്ടതാണോ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറയാൻ സാധിക്കും. കാരണം ഏറ്റവും കൂടുതൽ ജാതി വ്യവസ്ഥ നേരിടുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്, അല്ലെങ്കിൽ തൊട്ടടുത്ത ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളെല്ലാം ഇത് നിലവിലുണ്ട്. പക്ഷേ ഏറ്റവും കുറവ് എന്ന് പറയുമ്പോൾ നമുക്ക് കേരളമാണെന്ന് എനിക്ക് വളരെ അതിനകത്തോട് പറയാൻ സാധിക്കും. പക്ഷെ ഇപ്പോൾ അത് കുറച്ചുകൂടി തല ഉയർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉയർത്തുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഒരു വ്യക്തി അദ്ദേഹം ഏത് രീതിയിൽ അദ്ദേഹത്തിന്റെ കഴിവ് പുറത്തു കൊണ്ടുവരണമെന്ന് തീരുമാനിക്കുന്ന ആ വ്യക്തി തന്നെയാണ്. ആ വ്യക്തിയുടെ നിറം കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ വ്യക്തിയുടെ പേര് കൊണ്ടോ അല്ലെങ്കിൽ വ്യക്തി സംസാരിക്കുന്ന ഭാഷ കൊണ്ടല്ല അവിടെ നിയന്ത്രിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട് മാത്രമായിരിക്കും പുറത്തു കൊണ്ടുവരുന്നത്. അതിന് പകരം മറ്റൊരു സവർണ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത് തെറ്റാണ്. അതുപോലുള്ള സംഭവ വികാസങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിൽ അരങ്ങേറുന്നു പറയുമ്പോൾ അതിനെതിരെല്ലാം ശക്തമായിട്ട് പ്രതികരിക്കേണ്ടത് നമ്മുടെ നിങ്ങളെ പോലെയുള്ള കുട്ടികളാണ്. അത് ശരിക്കും പറഞ്ഞാൽ അത് തെറ്റാണ്. ഈ സാക്ഷരത നിറഞ്ഞ ഏറ്റവും കൂടുതൽ സാക്ഷരത നിരക്കുള്ള നമ്മുടെ കേരളത്തിൽ അത് ഇറങ്ങിയിരുമ്പോൾ കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ ഒരുപക്ഷെ ഇനി വീണ്ടും അത് ഇരട്ടിക്കാനാണ് സാധ്യത. അപ്പൊ അതിനെതിരെയെല്ലാം ശക്തമായ പ്രതികരണം ആ സമയത്ത് തന്നെ നമുക്ക് കൊടുത്തു ഒരുപക്ഷെ നമുക്ക് ഇത് നിയന്ത്രിക്കാൻ സാധിക്കും. കേരളത്തില് ഇപ്പോൾ ഒരുപക്ഷെ അത് ഇല്ലെങ്കിൽ പോലും ഉണ്ടായി വരുന്നുണ്ട്, തല പൊക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അത്രേ ഉള്ളൂ. പക്ഷെ എന്തായാലും മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ കുറവാണ്. മറ്റേ എല്ലാ സംസ്ഥാനങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറവാണ്. താങ്ക് യു സാർ. ഓക്കെ. സാർ, വൺ മോർ ക്വസ്റ്റ്യൻ സാർ. ഓക്കെ സാർ, നമ്മളെ അംബേദ്കർ പറയുന്നത് ഈ മനുസ്മൃതി അല്ലെങ്കിൽ സനാതന ധർമ്മ അല്ലെങ്കിൽ ഹിന്ദുയിസം അതാണ് നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തിന്റെ റൂട്ട് കോസ് എന്നാണ് പുള്ളി പറയുന്നത്. എന്റെ ഡൗട്ട് സാർ, അതർ കൺട്രീസ് അല്ലെങ്കിൽ അതർ സിവിലൈസേഷൻസിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഗ്രേഡഡ് ഇൻഇക്വാലിറ്റിയോ അല്ലെങ്കിൽ ഇൻഇക്വാലിറ്റി എന്തായാലും ഉണ്ടാവുമല്ലോ. അതെ, അവരൊക്കെ ഏത് സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഇൻഇക്വാലിറ്റി ദേ ആർ എസ്റ്റാബ്ലിഷിംഗ് ദാറ്റ് ഇൻഇക്വാലിറ്റി? ഓക്കെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ കണ്ടുവരുന്നത് അതും കൂടി നമ്മൾ പറഞ്ഞു പോണതായിരുന്നു, പക്ഷെ അതെല്ലാം സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ എന്താണ് ഒരു സമുദായവൽക്കരണമാണ് നമ്മുടെ ഈ കേരളത്തിലാണെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വെച്ചാൽ ഇവിടെ ഒരു ഇൻഇക്വാലിറ്റി ഉണ്ടാകാൻ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഒരു ജാതിയുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ അസമത്വം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളിൽ അങ്ങനെയല്ല. മറ്റു രാജ്യങ്ങൾ സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ അവർ വിദ്യാഭ്യാസപരമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അവർ ഏറ്റവും അസമത്വം അവിടെ നേരിടുന്നത്, ഇൻഇക്വാലിറ്റി നേരിടുന്നത്. അല്ലാതെ അവിടെ ഈ ജാതിയുടെ പേരിലോ അല്ലെങ്കിൽ മതത്തിന്റെ പേരിലോ. പിന്നെ ലോകരാജ്യങ്ങളിൽ നയിക്കുന്നതിന് 3 ഘടകങ്ങളാണ്. 1 മതം, 2 സാമ്പത്തികം, 3 രാഷ്ട്രീയമാണ്. അപ്പോൾ മതത്തിന്റെ പേരിലാണ് ഇന്നിപ്പോൾ നമുക്ക് യുദ്ധങ്ങളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പക്ഷേ അവിടെ സാമ്പത്തികമാണ് ഉണ്ടാവുന്നത്. എല്ലാ ലോകരാജ്യങ്ങളും ഏറ്റവും കൂടുതൽ അസമത്വം നിലകൊള്ളുന്നത് സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മറ്റു രാജ്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം, ആഫ്രിക്കൻ രാജ്യങ്ങൾ അവിടെ എന്താണോ ഉണ്ടായിട്ടുള്ളത് അസമത്വം, അവിടെ സാമ്പത്തികമാണ്. അവിടെ ജാതിയും മറ്റുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത്. സാമ്പത്തികം ഇല്ലാത്തതിന്റെ പേരിലാണ് അവിടെ ജനങ്ങൾ അടിച്ചമർത്തപ്പെടുന്നത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ മറ്റേ സോമാലിയ പോലുള്ള രാജ്യങ്ങൾ അവിടെയൊക്കെ ഉറുതിയേർത്ത
ഭക്ഷണത്തിന് വേണ്ടി അവർ ക്യൂ നിൽക്കുകയാണ്. അത് അവിടെ മറ്റുള്ള വളർത്തു മൃഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള നമുക്കറിയാം അതിനകത്ത് വരുന്ന വിസർജനം കുടിക്കുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുന്ന അവസ്ഥ. അവിടെ സാമ്പത്തികമാണ് സാമ്പത്തികത്തിന്റെ പേരിലാണ് അവർ അടിച്ചമർത്തപ്പെടുന്നത്, അല്ലെങ്കിൽ അസമത്വം നേരിടുന്നത്. അതാണ് മറ്റു രാജ്യങ്ങൾ. പക്ഷെ നമ്മുടെ ഏഷ്യൻ കൺട്രികളിൽ ഒരു പക്ഷേ പാകിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളിൽ ഈ ജാതിയുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ അസമത്വം നേരിടുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് അംബേദ്കർ അവിടെ സൂചിപ്പിച്ചത് സനാതന ധർമ്മത്തിനെതിരെ അദ്ദേഹം പറഞ്ഞു വന്നത്. പക്ഷെ അതിലേക്ക് നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളിലാണ് പോകുന്നത്. തെരഞ്ഞെടുപ്പ് കൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ അതിലേക്ക് പോകുന്നില്ല. എങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിക്കുമായിരുന്നു. സാർ, നമ്മൾ ഈ വേൾഡ് ഹിസ്റ്ററി നോക്കുമ്പോഴേ സാർ ഒപ്രസേഴ്സ് എന്ന് പറയുന്നവരും അല്ലെങ്കിൽ വിക്ടിംസ് എന്ന് പറയുന്ന രണ്ട് ഗ്രൂപ്പായിട്ട് നമ്മൾ മാറ്റി നിർത്തി നോക്കുമ്പോൾ the unity when what we find among the oppressors, for example the unity of America and Israel, പക്ഷേ ഈ ഒപ്രസേഴ്സ് എന്ന് പറയപ്പെടുന്ന let it be the Arab countries, for just for example ഞാൻ പറയുന്നത്, I don't know whether they are oppressors or not, അങ്ങനെ എടുത്താൽ നമുക്ക് എന്താണ് സാർ ആ ഒപ്രസേഴ്സിന്റെ അകത്ത് ഒരു യൂണിറ്റി നമുക്ക് ഒരു കാലത്തും ഹിസ്റ്ററിയിൽ കാണാൻ പറ്റുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ അംബേദ്കറൈറ്റ്സ് അവരുടെ രീതിക്ക് ഇവിടെ they will do their job, കമ്മ്യൂണിസ്റ്റ് they will be doing their job, മുസ്ലിംസ് they will do their job. പക്ഷെ ഇവരെല്ലാരും നോക്കിയാൽ ഇവരെല്ലാരും കോമൺ എനിമി ഒരാളാണ്. പക്ഷെ അവർക്ക് അഗൈൻസ്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കുന്നു. പക്ഷെ ഒന്നിച്ച് ഒരു കാലത്തിലും ഇവര് നമ്മുടെ നാഷണൽ ലെവലിൽ നോക്കിയാലും ശരി, വാർഡ് ലെവലിൽ നോക്കിയാലും ശരി, ഇന്റർനാഷണൽ ലെവലിൽ നോക്കിയാലും ശരി, ഒരു യൂണിറ്റി അമോങ് ദ വിക്ടിംസ് ഒരു കാലത്തിൽ നമുക്ക് കിട്ടുന്നില്ല. അതിന്റെ റീസൺ അതാണ് യുഎന്നോട് ഒരു ഫെയിലിയറും വാട്ട് ഐ പെർസ്യൂം. സോ വാട്ട് ഇസ് ദ സൈക്കോളജി ബിഹൈൻഡ് ദാറ്റ് ആൻഡ് ഈസ് ദർ എനി സൊല്യൂഷൻ? ബിക്കോസ് യു ആർ ഓപ്പറേറ്റിംഗ് അറ്റ് ദ ഇന്റർനാഷണൽ ലെവൽ എങ്ങനെയാണ് ഇതൊക്കെ, ഹൗ ക്യാൻ ദ കൺട്രീസ് always sees the USP doing the basic demand or the demands of human demands inhumanly, and how can they still work with the US? അത് വിക്ടിംസ് എന്താണ് യൂണിറ്റ് ആവാത്തത്? അതെനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ നല്ല ചോദ്യമാണ്. ഇവിടെ വിക്ടിംസ് എന്തുകൊണ്ട് ഒന്നിക്കുന്നില്ല എന്നാണ് ചോദ്യം. അതിന് കാരണം ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്ന്, ഇപ്പൊ ഈ ഇറാന് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ തന്നെ അവിടെ യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ അമേരിക്ക ഉൾപ്പെടെ അവിടെ സാമ്പത്തിക ഉപരോധം, സാങ്ഷൻസ് അവിടെ ഇറാനെതിരെ ചെയ്തു. അതേ സമയത്ത് ഇസ്രായേല് ഗാസയെ ആക്രമിച്ചപ്പോൾ ഇസ്രായേലിനെതിരെ ഒരൊറ്റ രാജ്യം പോലും, പക്ഷെ മറ്റ് യൂറോപ്യൻ കൺട്രീസ് എല്ലാം അതിന് വേണ്ടിയുള്ള പ്രതികരണങ്ങൾ അപ്പോൾ തന്നെ പറഞ്ഞെങ്കിൽ പോലും സാമ്പത്തിക ഉപരോധം പോലുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യാൻ സാധിച്ചില്ല. കാരണം അമേരിക്ക പോലുള്ള രാജ്യങ്ങളെല്ലാം ഇസ്രായേലിന് സപ്പോർട്ടാണ്. ഇവിടെ നമ്മൾ കാണാൻ കഴിയേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും ഓരോ രാജ്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത്. അത് സാമ്പത്തികത്തിന് വേണ്ടി മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഡിപ്പെൻഡൻസി അവിടെ ഉണ്ട്. ഇപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലും അവർ ഉന്നതിയായ ഒരു പുരോഗതി ഒരു ഡെവലപ്മെന്റ് കൈവരിച്ചവരാണ്. കാരണം ആരോഗ്യമായാലും വിദ്യാഭ്യാസമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും അവർക്ക് എല്ലാ രീതിയിലും ഒന്നാം നമ്പറാണ്. അപ്പോൾ അത് മാത്രമല്ല, ആ അമേരിക്കയിൽ നിന്ന് ഇതുപോലുള്ള ഞാൻ പറഞ്ഞ വെപ്പൺസ് പോലുള്ള കാര്യങ്ങളെല്ലാം കിട്ടണമെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള ഒരു ബന്ധം പുലർത്തി വന്നാലേ അവിടെ സാധിക്കും. എല്ലാ രാജ്യങ്ങളും ഓരോന്നിലും എന്തെങ്കിലും പോരായ്മ ഉണ്ടാവും. അപ്പൊ ആ പോരായ്മ നികത്തണമെങ്കിൽ അമേരിക്ക പോലുള്ള സൂപ്പർ പവർ ആയിട്ടുള്ള അമേരിക്ക, റഷ്യ പോലുള്ള, ചൈന പോലുള്ള രാജ്യങ്ങളുമായിട്ട് ഒരു ബന്ധം പുലർത്തിയില്ലെങ്കിൽ ഇവർക്കെല്ലാം പിന്നീട് ആ രാജ്യത്തിന് വേണ്ടി അകത്ത് ആ പൗരന്മാരുടെ ആവശ്യങ്ങൾ നികത്താൻ പറ്റാതെ അല്ലെങ്കിൽ അവരുടെ നേടിത്തരാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ആഭ്യന്തര യുദ്ധം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പൗരന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മറ്റു രാജ്യങ്ങളെ ഒരുപക്ഷെ അവരുടെ ആവശ്യങ്ങൾ ശരിയാണ് എങ്കിൽ തോന്നിയാൽ പോലും അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇവർ പെട്ടുപോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു യൂണിറ്റി ഉണ്ടാകുന്നത്, രാജ്യങ്ങൾ തമ്മിൽ ഒരു യൂണിറ്റി ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ അറേബ്യൻ കൺട്രീസ് ഒരുപക്ഷെ ഇറാനെ സപ്പോർട്ട് ചെയ്തെങ്കിൽ പോലും, കാലക്രമേണ സപ്പോർട്ട് ചെയ്താൽ പോലും ഒരുപക്ഷെ അവിടെയും ഒരു യൂണിറ്റി ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് പറയാം. കാരണം ഇപ്പം ഗാസയെ ആക്രമിച്ചു, 40,000 ആളുകളെ അവർ കൊന്നു. എങ്കിൽ പോലും എന്തുകൊണ്ട് അറേബ്യൻ കൺട്രി ഒറ്റയടിക്ക് ഗാസയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഇറാന് വേണ്ടിയോ സപ്പോർട്ട് ചെയ്യാത്തതിന്റെ കാരണം ഇവരും മറ്റുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ രാജ്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇവർ സപ്പോർട്ട് ചെയ്താൽ മറ്റു യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടാൽ ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ 3
3-4 രാജ്യങ്ങളാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവരെല്ലാം നിയന്ത്രിക്കുന്നത്. അവരുടെ കയ്യിൽ എല്ലാ സമ്പത്തും ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത് നേടണമെങ്കിൽ ഇവർ യൂണിറ്റി ആകാതെ ഒറ്റയ്ക്ക് നിന്നാൽ മാത്രമേ നേടാൻ സാധിക്കൂ. ഇപ്പം യൂറോപ്യൻ യൂണിയൻ പോലും അമേരിക്കയെ പേടിയാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ ശക്തമായ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾ പോലും അമേരിക്കയെ പേടിച്ചാണ് നിൽക്കുന്നത്. കാരണം ഇതാണ് സംഭവം. അവർക്ക് എല്ലാ രീതിയിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമേരിക്ക പോലുള്ള സപ്പോർട്ട് അവർക്ക് ആവശ്യമാണ്. അതാണ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇനി ഇതെല്ലാം മാറി വരാൻ സാധ്യതയുണ്ട്. എല്ലാ രാജ്യങ്ങളും അവർ എല്ലാ രീതിയിലും ഉയർച്ച സമ്പാദിക്കുന്ന നേടിയ ഒരു അവസരം നേടാനുള്ള ഒരു അവസരം ഉണ്ടായിക്കൊണ്ടിരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അമേരിക്കക്കെതിരെ ചോദ്യം, അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര പോലുള്ള ഓർഗനൈസേഷനെതിരെ ചോദ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, റഷ്യ യുക്രൈനെ ആക്രമിച്ചപ്പോൾ അവിടെ സാമ്പത്തിക ഉപരോധം പലതവണ എല്ലാ രാജ്യങ്ങളും ഇന്റർനാഷണൽ കോർട്ട് വരെ പല രീതിയിലുള്ള സാങ്ഷൻ ഉണ്ടാക്കി കൊടുത്തിട്ട് പോലും അവരെ യുദ്ധ കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ചിട്ട് പോലും റഷ്യ അതെല്ലാം വകവെക്കാതെ യുക്രൈനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? റഷ്യയുടെ കയ്യിൽ എല്ലാ സംഭവങ്ങളുണ്ട്. അമേരിക്കയുടെ ഈക്വൽ സ്റ്റാറ്റസ് ആണ് റഷ്യക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ ഒന്നും ചെയ്യാനില്ല. എത്ര വർഷം? 2022 ആരംഭിച്ച യുദ്ധമാണ്. എത്ര വർഷമായി? ഇതുവരെ ആ യുദ്ധം അവസാനിപ്പിക്കാൻ ആർക്കും സാധിച്ചില്ല. കാരണം ഇത് തന്നെയാണ്. ഒരു രാജ്യത്തിനെതിരെ, അമേരിക്ക റഷ്യക്കെതിരെ ഒരു രാജ്യം പോലും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഇന്നും ഉണ്ടായിട്ടുള്ളത്. സാർ ഒരു ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ സാർ, നമ്മുടെ നാട്ടിൽ ഈ പട്ടികജാതി പട്ടികവർഗ കോളനികൾ വളരെ ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഓപ്പൺ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ പോലെയല്ലേ? അതായത് നമുക്ക് പുറത്തു നിന്ന് ഒരാൾക്ക് പോയി അവിടെ താമസിക്കാനോ, ഇവർക്ക് ഈ സ്ഥലം വിട്ടിട്ട് പുറത്തോട്ട് പോയി നഗരത്തിന് മേഖലയിൽ വല്ല കുടിയേറാനോ ഒന്നും പറ്റുന്നില്ല. ഇവരെ ഒരു തരത്തിൽ ഇത് അടിച്ചമർത്തി വേർതിരിച്ച് രീതിയിലല്ലേ ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്? ഇത് എൻ്റെ ഒരു വിഷയത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയ ഒരു സബ്ജക്റ്റായിരുന്നു. ഞാൻ മലപ്പുറം അത് പറയാതെ പോയതാണ്. കാരണം 1957 ഭൂപരിഷ്കരണം ഉണ്ടായത്. പക്ഷെ അന്ന് ഉണ്ടായപ്പോൾ ഈ പട്ടികജാതി അല്ലെങ്കിൽ നമ്മുടെ SC/ST മേഖലയിലുണ്ടായിട്ടുള്ള ജനങ്ങളെ അതിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് അത് കൈയടക്കിയത് മറ്റ് സമുദായക്കാരാണെന്നാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയത്. അപ്പൊ അന്ന് ഇവർക്ക് ഉയർച്ച ഉണ്ടായിട്ടില്ല. അന്ന് മുതൽ ഇവരെ ഒരു കോളനിയിലേക്ക്, അല്ലെങ്കിൽ ലക്ഷംവീട് കോളനി, അല്ലെങ്കിൽ ഇതിലേക്ക് കോളനിവൽക്കരണമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് പട്ടികജാതിക്കാർ ഒരു പ്രത്യേക ഒരു സമുദായവൽക്കരണം അതിലേക്ക് പോയത്. പക്ഷേ നമുക്ക് ഉയർച്ച സംഭവിച്ചില്ല, പക്ഷെ മറ്റെല്ലാ സമുദായങ്ങൾക്കും ഉയർച്ച സംഭവിച്ചില്ല. കാരണം അതാണ്, നമ്മൾ ആ ഒരു വിഭാഗത്തിൽ നിന്ന്, ആ ഒരു സംഭവത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തിയതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. പക്ഷെ എന്തായാലും എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇനി കാലക്രമേണ ഈ ദളിത് സംഘടനകളെ ഒന്നിച്ചുകൊണ്ട് ഒരു പ്രതികരണം ഉണ്ടായ ഉറപ്പാണ്. നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നീങ്ങിയാൽ ഇതെല്ലാം മാറ്റം വരുത്താൻ സാധിക്കും. പക്ഷെ ഇപ്പോഴും ഈ കോളനിവൽക്കരണം എല്ലാം മാറ്റേണ്ടതാണ്. പക്ഷെ ഇപ്പോഴത് പോവുകയാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഞങ്ങളുടെ ഭാഗത്തും ലക്ഷംവീട് കോളനി ഉണ്ട്. പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന മറ്റേ ഏറ്റവും ഉയർന്ന ജാതിയിൽപ്പെട്ട ജനങ്ങളാണ് അവിടെ സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ ഇപ്പോഴും ആ പേരിൽ മാറ്റം വരുത്തില്ല, ലക്ഷംവീട് കോളനി എന്നാണ് പറയുന്നത്. അപ്പോൾ ഭൂപരിഷ്കരണ സമയത്ത് നമുക്ക് ആ സമയത്ത് നമുക്ക് കിട്ടേണ്ട ആനുകൂല്യം, അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ലഭിക്കാതെ പോയതിന്റെ ഫലമാണ് ഇന്ന് ഈ കോളനികളെല്ലാം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇതെല്ലാം മാറ്റപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം ഇനി ഇങ്ങനെയല്ല വേണ്ടത്. നമ്മളെല്ലാവരും ഒന്നാണ് ഭാരതം ഒന്നാണെന്ന് പറയപ്പെടുമ്പോൾ തന്നെ ഭാരതത്തിൽ ജീവിക്കുന്ന പൗരന്മാരെല്ലാം ഒന്നാണെന്നുള്ള ഒരു സംഭവം ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സമുദായവൽക്കരണം ഉണ്ടായപ്പോൾ ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മുടെ നായർ സമുദായം, അതുപോലെ തന്നെ ഈഴവ സമുദായം എല്ലാം അവരുടെ അവകാശങ്ങളെല്ലാം നേടി അവർ നല്ല രീതിയിൽ, അവർ രണ്ട് രീതിയിലുള്ള, ഒന്ന് അവർ ആ സമുദായത്തിനുള്ളിലുള്ള ജനങ്ങളെല്ലാം അവർക്ക് ഉന്നതിയിലേക്ക് പോകാൻ സാധിച്ചു. അതേ സമയത്ത് ആ സമൂഹത്തിനും ഉന്നതമായ ഒരു സ്ഥാനം കരസ്ഥമാക്കാൻ ആ സമുദായവൽക്കരണത്തിലും ഉണ്ടായി. പക്ഷെ നമുക്ക് ഈ പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ ഇതുവരെ ആ ഒരു സമൂഹം ഉണ്ടായിട്ടില്ലെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പം വേറെ തോന്നുന്നു. ഒരു ക്വസ്റ്റ്യൻ കൂടെ സാർ. ഞാൻ മുമ്പ് ചോദിച്ചതുണ്ട് സാർ, ഈ വിക്ടിംസ് എന്താണ് ഇന്റർനാഷണൽ ലെവലിൽ ഒരു ആൻസർ പറഞ്ഞ്, ഇപ്പൊ നമ്മളെ നാഷണൽ സ്റ്റേറ്റ് ലെവൽ അല്ലെങ്കിൽ
നാഷണൽ ലെവലിൽ ഞാൻ ചോദിച്ചതിന്റെ എന്തെങ്കിലും പറയാൻ പറ്റുമോ സർ? നമ്മുടെ കേരളത്തിലാണോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള ഇതാണോ? പർട്ടിക്കുലർലി നമ്മളെ ഞാൻ ചോദിക്കുന്നത് രണ്ടുമാണ് സർ. എനിക്ക് എന്താണ് കേരളത്തിൽ നമ്മൾ വിക്ടിംസ് യൂണിറ്റ് ആവാത്തത്? നാഷണൽ ഞാൻ പറയുന്ന ഒരേ ഒരു റീസൺ സർ, ഒരു SC ആക്രമിക്കപ്പെടുമ്പോൾ മുസ്ലിംസ് റിയാക്ട് ചെയ്യുന്നേ ഇല്ല. അതേപോലെ തന്നെ മുസ്ലിംസ് ആക്രമിക്കപ്പെടുമ്പോൾ SC റിയാക്ട് ചെയ്യുന്നില്ല. അപ്പോ ഇത് എന്തിനാണ് ഹൗ ക്യാൻ ഹ്യൂമൻസ് ബി ലൈക്ക് ദിസ് ആണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് ശരിയാണ്. അതും പറയുന്നത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ആക്രമിക്കപ്പെട്ടു, പേരെടുത്ത് പറയുന്നില്ല, നമുക്ക് എല്ലാവരും പത്രമാധ്യമങ്ങൾ നമ്മൾ വായിച്ചു. അവിടെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് വേണ്ടി സപ്പോർട്ടായിട്ട് പോയത് അത് DGPക്ക് പരാതി പോയപ്പോൾ ആ പരാതിയുടെ പകർപ്പ് എനിക്ക് ലഭിക്കുകയുണ്ടായി. ആ പരാതിയിൽ ഒരുപാട് ദലിത് സംഘടനകളാണ് അദ്ദേഹത്തിന് വേണ്ടി സപ്പോർട്ടായിട്ട് പരാതി കൊടുത്തത്, ഞാൻ ഉൾപ്പെടെ. അവിടെ 3-4 പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം SC ST ഓർഗനൈസേഷനും അതുപോലെ തന്നെ ദലിത് ഫോറമുകളാണ് അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് പരാതി കൊടുത്തത്. പക്ഷേ ഈ പറയപ്പെടുന്ന രീതിയിൽ ഒരൊറ്റ മറ്റ് സംഘടനകളോ ആരും തന്നെ അല്ലെങ്കിൽ ഒരു വ്യക്തി പോലും അതിനെതിരെ ശബ്ദം ഉയർത്തിയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് നല്ല ചോദ്യമാണ്. പക്ഷെ അതിന് എനിക്ക് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ 2-3 കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും. മതത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷെ അത് നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അങ്ങനെയുള്ള വിഷയങ്ങൾ ഇതിനകത്ത് ചില ഒരു നിർണായകമായ അല്ലെങ്കിൽ അത് പ്രസക്തമായ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ പുറത്ത് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതുകൊണ്ടാണ് ഇനി ഒരു കാലത്ത് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് എനിക്ക് വ്യക്തമായ ആൻസർ എനിക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ പറയാത്തതുകൊണ്ടാണ്, വേറെ ഒന്നും തോന്നരുത്. കാരണം അതുകൊണ്ട് മാത്രമാണ് ഇന്ന് യൂണിറ്റി ഉണ്ടാകാത്തത്. നമ്മൾ എപ്പോഴും അടിച്ചമർത്തപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ മറ്റുള്ള മേഖലയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു സമുദായത്തിൽ നിന്നോ വരാത്തതിൻ്റെ കാരണം ഇതാണ്. ഞാൻ രാഷ്ട്രീയമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. അത് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. യെസ്, ഉറപ്പായിട്ടും നമ്മൾ ഇനിയൊരു സമയത്ത് നമുക്ക് ഇതുപോലുള്ള ചർച്ചകളും വിദ്യാഭ്യാസപരമായി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു ഒറ്റ വാക്കും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇനി വേണ്ടത് ഒരു മറ്റ് ഇസങ്ങളല്ല നമുക്ക് വേണ്ടത്, ഒരു അംബേദ്കറിസം ആണ് നമുക്കിനി വേണ്ടത്. അതിനുവേണ്ടി നമുക്ക് മറുപടി കൂട്ടാം. അതോടൊപ്പം തന്നെ ഒരു അംബേദ്കർ 2.0 അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇനി ഒരു അംബേദ്കർ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉയർന്നതാണ്. ഒരുപാട് അംബേദ്കറുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരുപാട് ഇപ്പോൾ നിലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രോഹിത് വെമുലകളെ അതുപോലുള്ള ആളുകളില്ല വ്യക്തികൾ ഉണ്ടാകാതിരിക്കാൻ ഒരുപാട് അംബേദ്കർ 2.0 നമ്മുടെ സമൂഹത്തിൽ ജനിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വരുമെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ സർ, വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിന് വേണ്ടി യൂണിയൻ ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ സ്വാതി ബി കല്ലറെ ക്ഷണിച്ചിരുന്നു. നമസ്കാരം. അതെ, ഇന്നിപ്പം ഇവിടെ സെഷൻ എടുക്കുമ്പോൾ നമുക്കറിയാം അംബേദ്കർ റിമംബറൻസ് വീക്ക് നമ്മൾ ഒരാഴ്ചയായിട്ടുള്ള പരിപാടികളായിരുന്നു. ബാബാ സാഹിബ് ഫോർ ഓൾ എന്ന പേരിൽ നടത്തി. അപ്പൊ ഇന്ന് അതിന്റെ അവസാന ദിവസമാണ്. കഴിഞ്ഞ ദിവസം ഒരു 3 സെഷനുകൾ നടത്തിയിരുന്നതിനോടനുബന്ധിച്ച് കുട്ടികളൊക്കെ ഓൺലൈൻ വീട്ടിലായതുകൊണ്ട് തന്നെ ഓൺലൈൻ സെഷനുകൾ നമുക്ക് നടത്താൻ പറ്റുന്നുള്ളൂ. കഴിഞ്ഞ ആദ്യത്തേതാണെങ്കിൽ ഡെമോക്രസി ആൻഡ് അംബേദ്കറിസം, ജനാധിപത്യ മൂല്യങ്ങളെ സംസാരിച്ചു. അതിനുശേഷം ഇക്വാലിറ്റി, അംബേദ്കർ തന്നെ പറഞ്ഞ സമത്വം എന്ന അംബേദ്കറിന്റെ ആശയം എന്താണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അതുപോലെ അഫർമേറ്റീവ് ആക്ഷനെ പറ്റി ചർച്ച ചെയ്തു. അപ്പൊ ഈ കഴിഞ്ഞ സെഷനുകളിലെല്ലാം അംബേദ്കറിന്റെ വ്യൂ ഓഫ് പോയിന്റിനെ കുറിച്ച് ചർച്ച ചെയ്ത് വന്നപ്പോൾ അവസാന ദിവസത്തെ ഇന്നത്തെ ക്ലാസ് എന്തിനെ പറ്റി ആയിരിക്കണം ചർച്ച എന്ന് ചിന്തിച്ചപ്പോൾ നമ്മുടെ അംബേദ്കർ സ്റ്റഡി സർക്കിളിന്റെ കോർഡിനേറ്റർ മീനയും ഞാനിവിടെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ ആലോചിച്ച കാര്യമാണ്. അപ്പൊ ഇത്രയും ദിവസം അംബേദ്കർ പെർസ്പെക്റ്റീവ് ചർച്ച ചെയ്തപ്പോൾ ഒന്ന് മാറി ചിന്തിച്ചുകൂടെ, അല്ലെങ്കിൽ അംബേദ്കർ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് ഈ അൺടച്ചബിലിറ്റി ഒഴിവാക്കണമെന്നൊരു കാര്യത്തിൽ, അതായത് ദലിത് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയിൽ റെപ്രസെന്റ് ആയിട്ടുള്ള അദ്ദേഹം തന്നെ പറഞ്ഞത് അത് ഇല്ലായ്മ ചെയ്യണമെന്നാണ്. പക്ഷെ 2024 ഈ വർഷത്തിൽ 21ാം നൂറ്റാണ്ടിലും അതിനൊരു മാറ്റം അദ്ദേഹം സ്വപ്നം കണ്ടതുപോലെ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു പോരായ്മ തന്നെയാണ്. അപ്പം അതിനെപ്പറ്റി ഒരു ചർച്ച ആയിക്കൂടെ ഞങ്ങൾ ചിന്തിച്ചു. അങ്ങനെയാണ് ഈ ഒരു ടോപ്പിക്കിലേക്ക് എത്തുന്നത്. ഈ ഒരു ടോപ്പിക് എടുക്കുന്നതിന് 2 ദിവസം മുമ്പും പത്രങ്ങളിൽ ദലിത് ഓപ്പറേഷനെ പറ്റി ഇന്ത്യയിൽ നടക്കുന്ന പല കാര്യങ്ങളും കണ്ടിരുന്നു. അപ്പൊ അങ്ങനെയാണ് അവസാന ദിവസം നമുക്ക് അതിനെപ്പറ്റി തന്നെ ചർച്ച ചെയ്യാം എന്നൊരു ടോപ്പിക്കിലേക്ക് എത്തുന്നത്. അതിന്
വളരെ അനുയോജ്യനായിട്ടൊരു റിസോഴ്സ് പേഴ്സണെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ സാർ പറഞ്ഞിരുന്നു, എന്റെ നാട്ടുകാരൻ കൂടിയാണ്, പേഴ്സണലി എനിക്ക് അറിയാവുന്ന ഒരാളാണ്, യുഎന്നിന്റെ യുണൈറ്റഡ് നേഷൻസിന്റെ മെമ്പർ. അതിലുപരി ഇപ്പം ഞങ്ങൾ ഇടുക്കി ജില്ല ശരിക്കും പിന്നോക്ക ജില്ലയാണ്. അപ്പം അങ്ങനത്തെ ഒരു ജില്ലയിൽ വളരെയധികം മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അതിനെല്ലാം വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് മാടസ്വാമി സാർ. അപ്പം പലപ്പോഴും പല തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഉണ്ടാകുന്ന എല്ലാ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പ്രശ്നങ്ങളിലും സാർ നേരിട്ട് ഇടപെടാറുണ്ട്. അതൊക്കെ ഞങ്ങൾ നേരിട്ട് കാണുന്ന ആൾക്കാരാണ്. അപ്പം അത്തരത്തിലുള്ള ഒരാളെ തന്നെ ഡൗൺ ലെവലിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന, നേരിട്ട് അല്ല വാക്കുകളിലൂടെ മാത്രമല്ല പ്രവൃത്തിയിൽ അത് കാണിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുക എന്ന് പറയുന്നത്, കോളേജ് വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ എത്തിക്കുക എന്ന് പറയുന്നത് ഈ മീറ്റിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ഒരു ഭാഗ്യം തന്നെയാണ്. അതായത് അദ്ദേഹത്തുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കിട്ടുന്നൊരു വലിയ അവസരം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും സാറിനെ ഒരിക്കൽ കോളേജിൽ നേരിട്ട് കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ സംഘാടകരുടെ ഒരു ആഗ്രഹം, കോളേജ് തുറന്ന ഒരു ദിവസം. അപ്പം ഈ ഒരു സെഷനായിട്ട് സാറിനെ വിളിച്ചപ്പം തിരക്കുകൾ, ഇലക്ഷന്റെ തിരക്കായിക്കോട്ടെ, അന്ന് അംബേദ്കർ ജയന്തിയുടെ പിറ്റേ ദിവസം മറ്റാണ് ഞാൻ സാറിനെ വിളിക്കുന്നത്. അപ്പം ഇന്ന് അവസാന ദിവസമായ ഞായറാഴ്ച കൂടിയാണെന്ന് ഫ്രീ ആയിരിക്കും എന്ന് പറഞ്ഞൊരു ഡേറ്റ് തന്ന് ഇത്രയും 1 മണിക്കൂറോളം സംസാരിച്ച് ക്രിസ്പായിട്ട് എന്താണോ പോയിട്ട് കൂടുതലും വളരെ വ്യക്തമായിട്ട് ക്ലാസ് നയിച്ച്, മാത്രമല്ല ഇത്രയും വിദ്യാർത്ഥികളുടെ സംശയങ്ങളും ദൂരീകരിക്കാനായിട്ട് സമയം സ്പെൻഡ് ചെയ്ത സാറിന് അംബേദ്കർ സ്റ്റഡി സർക്കിളിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ പരിപാടിക്ക് ചുക്കാൻ പിടിച്ച എല്ലാ കാര്യങ്ങളും നൽകി ഒരാഴ്ചത്തോളമുള്ള ഡിസ്കഷനിൽ കൂടെ വന്ന് അംബേദ്കർ സ്റ്റഡി സർക്കിളിന്റെ കൺവീനർ ഇതിനൊക്കെ ജോയിന്റ് കൺവീനർ സനിലിക്കും സ്റ്റഡി സർക്കിളിൽ നന്ദി അറിയിക്കും. അതുപോലെ നമ്മുടെ മീറ്റിന് കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ശിവശങ്കർ ഉണ്ട്. ഇത്രയും പേർ നമ്മുടെ ഇവിടെ പങ്കെടുത്ത ശിവശങ്കറിനും ബാക്കി യൂണിയൻ എല്ലാം ഉപരി ഈ 1 മണിക്കൂറോളം സെഷൻ കേട്ടിരുന്ന, സംശയങ്ങൾ ചോദിച്ച് ഈ ഒരു സെഷൻ ഇന്ററാക്റ്റീവ് നടത്തിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഞായറാഴ്ച ആണെന്നൊക്കെ അറിയാം, 1 മണിക്കൂറോളം നിങ്ങൾ റെസ്റ്റ് എടുക്കേണ്ട ദിവസമായിട്ടും അംബേദ്കറിനെ ഓർക്കാൻ വേണ്ടി അല്ലെങ്കിൽ അംബേദ്കർ സ്റ്റഡി സർക്കിളിന്റെ ഈ റിമംബറൻസ് വീക്കിന്റെ ഭാഗമാകാൻ വന്ന, ഇത്രയും അറിവ് ലഭിക്കാനായിട്ട് വന്ന എല്ലാവർക്കും സ്റ്റഡി സർക്കിളിന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നടത്തട്ടെ. നമസ്കാരം. താങ്ക് യു സോ മച്ച്.